ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ചുരം കയറാമെന്ന് വിചാരിച്ചു. ചുരത്തിൽ 4-ാം വളവിൽ പോയിട്ട് എന്തെങ്കിലും ചായ കുടിച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പം ഉണ്ട് അമ്മൂസിന് ചുരം കയറണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, കരിന്തണ്ടൻ്റെയൊക്കെ അവിടെ ജസ്റ്റ് ആ ലക്കിടി ഭാഗത്ത് ഒന്ന് പോയി കരിന്തണ്ടൻ്റെ അവിടെയൊക്കെ കയറിയപ്പോൾ ഉണ്ട് അമ്മൂസിനതാ അവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ടെൻസാനിയ പാർക്കിൽ പോകണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അമ്മൂസിനെയും കൊണ്ടുപോയി. കഴിഞ്ഞ തവണ പോയപ്പോൾ സിറ്റു നടക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ സിറ്റുവിൻ്റെ ഗ്രാസിലേക്ക് പറഞ്ഞു വിട്ടു. സിറ്റു നടക്കുന്നുണ്ട്. ആദ്യമായിട്ടുള്ള വാക്കിംഗ് ആണ് ഗൈസ്. അപ്പോൾ കുറേ പ്രാവശ്യം വീഴും എഴുന്നേക്കും ഇതൊക്കെ തന്നെയാണ് സിറ്റുവിൻ്റെ പരിപാടി. ഈ ഒരു വ്ളോഗ് ഞാൻ ഓൾറെഡി നേരത്തെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളത് ജസ്റ്റ് പിന്നെ അവിടെ കയറിയോണ്ട് വയനാട് മേലെ കയറിയതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഈ പാർക്കിലും കൂടി ഒന്ന് പിന്നെ എൻട്രി ചെയ്തു. ഇതിൻ്റെ ഫീയും ഡീറ്റെയിൽസൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മുന്നത്തെ വീഡിയോയിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് വീണ്ടും ടിറ്റു ഈ പ്രാവശ്യം നടക്കുന്നുണ്ട്. അപ്പോൾ ടിറ്റുവിനെയും അമ്മൂസിനെയും പപ്പേനെയും കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ചുമ്മാ റിലാക്സ്മെൻറ്റിന് പിന്നെ ഇവിടം വരെ വന്നു, പാർക്ക് വരെ വന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ഒരു ഈവനിങ് ടൈമാണ്, നല്ല മഞ്ഞൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിലെ കൂടെ ഒക്കെ നടന്ന് കയറുകയാണ്. ഒന്നും മേടിച്ചൊന്നുമില്ല, ജസ്റ്റ് എല്ലാം കണ്ട സ്ഥലമാണ്, കണ്ട പാർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് കയറിയതേ എന്നുള്ളൂ. അപ്പോൾ അമ്മൂസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ എന്താ പറയുക, മറ്റേ ബലൂണില്ലേ, എയർ നിറയ്ക്കുന്ന ബലൂൺ, അതിൽ മാത്രം കയറാനാണ് അമ്മൂസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ പപ്പേൻ്റെ അടുത്ത് സോപ്പിട്ട് അമ്മൂസ് എയർ നിറയ്ക്കുന്ന ബലൂണിൽ കയറണം ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് ചുറ്റി കറങ്ങിയിട്ട് അമ്മൂസിനെ അതിൽ കയറ്റിയിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ടിക്കറ്റും എടുത്തിട്ട് അമ്മൂസിന് അവിടേക്ക് ചുറ്റിയിട്ട് ടിക്കറ്റും എടുത്തിട്ട് ലാസ്റ്റ് രാത്രി ആവാനായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എയർ ബലൂണിൽ ഞങ്ങൾ കുറച്ച് നേരം കയറ്റി, അവൾക്കൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ, അപ്പോൾ പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അവളങ്ങനെ കയറ്റി, അവൾക്ക് ഒരു നല്ലൊരു സന്തോഷമായി. അമ്മൂസ് കളിക്കുന്ന കണ്ടിട്ട് ഇസക്കുട്ടിക്കും കയറണം എന്ന് പറഞ്ഞിട്ട് ഇസക്കുട്ടീനെയും കയറ്റി വിട്ടു. ഇസക്കുട്ടി അമ്മൂസിൻ്റെ ഒറ്റ ചാട്ടത്തിൽ ഇസക്കുട്ടി ഡീം എന്ന് പറഞ്ഞ് താഴെ കിടന്നു. പിന്നെ അവൾക്ക് ഭയങ്കര പേടിയായി ഗൈസ്. അപ്പോൾ ഞങ്ങൾ അധികം നേരം നിർത്തിയില്ല ഇസക്കുട്ടീനെ. അവൾക്ക് അത് അത്ര ആയിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ ഒന്നാമത് നടക്കാൻ തന്നെ ബാലൻസ് ചെയ്തിട്ടില്ല അവൾ. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു ബലൂണിൽ കയറിയിട്ടൊന്നും അവൾക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യാനൊന്നും നോക്കൂല. അപ്പോൾ ഞങ്ങൾ അമ്മൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവൾക്ക് ഒട്ടും മടുത്തിട്ടില്ല. എത്ര നേരമായി എന്നറിയോ കളിക്കുന്നു, ഒട്ടും മടുക്കാത്തൊരു സാധനമാണിത്. ഇവരെ കുറേ ഒരു സംഭവങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ, ആ എയർ ബലൂണിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനും ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഒത്തിരി പിള്ളേർ അതിലാണ് കയറുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്മൂസിന് വെയിറ്റിംഗ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മഴയായ കാരണം അമ്മൂസിന് അവിടെ കയറാൻ പറ്റിയില്ല. ആ ഒരു ഭയങ്കര സങ്കടമായിരുന്നു അമ്മൂസിന്. അതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എൻഡിങ് വീഡിയോയിൽ അതായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം അമ്മൂസിൻ്റെ സങ്കടങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്ത് കുറച്ച് സമയം അവിടെ അങ്ങ് നിന്ന് അമ്മൂസിന് കളി മടുക്കുന്ന വരെ നിന്ന്. അധികം മടുത്തൊന്നുമില്ല, പക്ഷെ ഞങ്ങളായിട്ട് വിളിച്ചിറക്കിക്കൊണ്ട് വരിക ചെയ്ത മൂപ്പത്തിനെ. അപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം, സിറ്റുക്കാണെങ്കിൽ കുറേ നേരം ഇരിക്കാനൊന്നും പറ്റില്ല, ഭയങ്കര കച്ചറ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഞാൻ സിറ്റുവിനും കൂടെ കുറച്ച് നേരം അവിടെ ഇല്ലക്കൂടെ നടന്ന് എങ്ങനെയൊക്കെയോ നേരം പോക്കി. അമ്മൂസിനൊന്ന് കളിച്ച് തീരണമല്ലോ, പക്ഷെ ഞങ്ങൾ കളിച്ച് തീരുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ഞങ്ങൾ മണ്ടന്മാരെ. അങ്ങനെ ഞങ്ങൾ പിന്നെ അമ്മൂസിനെയും വിളിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് ഒരു 1/2-3 മണിക്കൂർ അവിടെ നിന്ന് പിന്നെ അത് അമ്മൂസിനെ ഇറക്കിക്കൊണ്ട് വന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഒരു 7, 7:30, 8 മണിയോടുകൂടി ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി. സൂപ്പറായിരുന്നോ? ആണോ? അറിയില്ല മോളെ. ബലൂണിൽ കളിച്ച് അമ്മൂസ് നല്ല സ്വെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ വാഷ്റൂമിൽ പോയിട്ട് അമ്മൂസിനെ ഒന്ന് ജസ്റ്റ് ഫ്രഷപ്പ് ആക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് അടിവാരത്തൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല തട്ടുദോശയും, അമ്മൂസിന് ഫേവറേറ്റ് തട്ടുദോശയും, പിന്നെ പപ്പ നല്ല കപ്പ ബിരിയാണിയൊക്കെ പറഞ്ഞു, ഞാൻ പൊറോട്ട പറഞ്ഞു, പിന്നെ CDF പറഞ്ഞു. അപ്പോൾ അമ്മൂസിന് CDF ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ അമ്മൂസിൻ്റെ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.